ഇത് സ്ത്രീകളും ആദ്യം ഉന്നയിക്കുക തങ്ങളെ പീഡിപ്പിച്ചു എന്നതാണ്. ഇത് ഏത് സ്ത്രീകളും എന്ന് ഞാൻ പറഞ്ഞത് സാധാരണ പാവപ്പെട്ട ശരിയായ ഇരകൾ ആരും തന്നെ പെട്ടെന്ന് തന്നെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാൻ അവർക്ക് കഴിയാതെ വരാറുണ്ട്. അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് നമ്മൾ. തങ്ങളെ പീഡിപ്പിച്ചു എന്ന് നേരിട്ട് പറയുന്നതിന് പകരം തങ്ങളുടെ അനുഭവങ്ങളാണ് ഇത്തരം ഇരകൾ നമ്മുടെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അവരാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് ഇവർ തടഞ്ഞിട്ട് അത് ശരിയാവില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഒരു യാത്രക്കാരൻ ഇവർ സംസാരിക്കുന്നത് വീഡിയോയിലെടുത്തത്. എന്തുകൊണ്ടാണ്? ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈ ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് അയാൾ അവിടെ നിന്ന് പറയണ്ടേ? അപ്പോൾ അവർ വീഡിയോ എടുത്തത് ഈ ആര്യ എന്ന് പറയുന്ന മേയറുടെ മുൻകാല സ്വഭാവ വിശേഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്നെ ആംഗ്യം കാണിച്ചു റഹീമെ പുറകിൽ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ വരുന്ന വണ്ടിയുടെ പിറകിലത്തെ സീറ്റിൽ രാത്രിയിൽ ഇരിക്കുന്ന 2 പേരോട് റൈറ്റ് സൈഡിൽ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്ന കാറിലിരിക്കുന്ന 2 പേരോട് വണ്ടിയുടെ വലതുവശത്തിരിക്കുന്ന ഡ്രൈവർ എങ്ങനെയാണ് കാണുക? അയാൾ എങ്ങനെയാണ് ലൈംഗിക ചിഹ്നങ്ങൾ കാണിക്കുക? വണ്ടി കയറിപ്പോകാനും സ്ലോ ചെയ്യാനും ഒക്കെ ഡ്രൈവർക്ക് ആംഗ്യം കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് CCTV ദൃശ്യം കിട്ടുമല്ലോ. പട്ടത്തെ മാത്രമല്ലല്ലോ, ഇങ്ങോട്ട് വന്ന വഴിയിലൊക്കെ ആ CCTV ദൃശ്യങ്ങളുണ്ട്. ഇനി ഈ കാർ എവിടെ നിന്നാണ് വരുന്നത്? അത് പറയണ്ടേ? തിരുവനന്തപുരം മേയറാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അയാൾ അത് ചെയ്തെന്നും അയാൾ സംസാരിച്ചിട്ടുള്ളതെന്നും അയാൾ പറയുന്നുണ്ട്. പിന്നെ മേയറെ കൈ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു ആരോപണം ഉണ്ടാക്കുന്നത് സ്ത്രീ വിഷയത്തിൻ്റെ ഒരു സ്വാധീനമുണ്ടാക്കാനും ന്യായീകരിക്കാനും. അതായത് യഥാർത്ഥത്തിൽ സ്ത്രീ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ക്രിമിനലൈസ് ചെയ്യപ്പെട്ട ഡിവൈഎഫ്ഐക്കാരെ തെരുവിലിറക്കാൻ ഈ ആരോപണം വളരെ ഗുണം ചെയ്യും. കാരണം ഈ ക്രിമിനലുകളെല്ലാം ഈ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെട്ട അകത്തിരിക്കുക. ഞങ്ങളുടെ ആര്യ തമ്പുരാട്ടിയെ തൊട്ടു എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങാൻ ഒരു കാരണം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് സ്ത്രീ സംരക്ഷണമാണ് റഹീമെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയായ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നത് ഡിവൈഎഫ്ഐക്കാരനല്ലേ? തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്നാണ് പറഞ്ഞത്. കുറ്റവാളിയല്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടില്ല. പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നീട് എന്താ നടന്നത്? പണം കൊടുത്ത് പാവപ്പെട്ട അച്ഛനെയും അവിടെ ജീവിക്കണമെങ്കിൽ തല്ലിക്കൊല്ലും. ആ കേസ് ഒതുക്കി. വാളയാറിലെ 2 പെൺകുഞ്ഞുങ്ങളെ ഒതുക്കിയില്ലേ നിങ്ങൾ? അത് ഡിവൈഎഫ്ഐക്കാരനല്ലായിരുന്നു. നിങ്ങളുടെ ഒരു അധ്യാപക യൂണിയൻ്റെ വലിയ നേതാവിൻ്റെ, നിങ്ങളൊരു മന്ത്രിയുടെ അളിയനായിരുന്നല്ലോ അവിടുത്തെ വലിയ നേതാവ്. ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? നിങ്ങൾ സ്ത്രീത്വം തകർന്നു പോയാൽ, കേരളത്തിലെ സ്ത്രീത്വം തകർന്നു പോയാൽ, കേരളത്തിലെ സ്ത്രീത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് നിങ്ങൾ. അതുപോട്ടെ, കോവിഡ് കാലത്തൊരു കോവിഡ് ബാധിച്ച പെൺകുട്ടിയെ ഈ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ വാനിൽ വെച്ച് നിങ്ങളുടെ ഡിവൈഎഫ്ഐക്കാർ 2 പേർ, ഒരുത്തൻ രക്ഷപ്പെട്ടു. പീഡിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കായംകുളം MLA സ്ത്രീയും ഒക്കെ പറഞ്ഞത് എന്താണ്? ഇത്തരം പെണ്ണുങ്ങൾ, ഇത്തരം സ്ത്രീകൾ, ദലിത് വിഭാഗത്തിലെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തോന്നിവാസികളാണ്, അവളുമാരൊക്കെ നുണ പറയും, വേണേ അവളുമാരങ്ങനെ പോയതായിരിക്കാം. എന്നിട്ട് ആ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമം നടത്തിയത് ഡിവൈഎഫ്ഐക്കാരല്ലേ റഹീമെ? എന്ത് സ്ത്രീ സംരക്ഷണമാണ് നിങ്ങൾ പറയുന്നത്?
റഹീമിൻ്റെ SFIക്കാരൻ ആർഷോ ഉണ്ടല്ലോ, ക്രിമിനൽ പേപ്പട്ടി, അവൻ നിമിഷാരാജൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് പറഞ്ഞത് മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കും, തരുമടി പുലച്ചി എന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടി കൊടുത്ത കേസ്, അവൾക്ക് പരാതിയില്ലെന്ന് കള്ളപ്പരാതി കൊടുത്ത് കോടതിയിൽ നിന്ന് നിങ്ങൾ പോലീസും എല്ലാം കൂടെ കൂട്ടുനിന്ന് ആ കേസ് അട്ടിമറിച്ചില്ലേ? എന്നിട്ട് ഇപ്പോഴും ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു. വിപ്ലവമാ AM റഹീമെ? അതോ പുലച്ചികൾക്കോ പട്ടികജാതിക്കാർക്കോ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്കോ ഒന്നും മാനമില്ലെന്നും ഇത്തരം അഴിമതിക്കാരിയും അരാജകവാദിയുമായ നിങ്ങളുടെ പാർട്ടി വളർത്തിവിട്ട ഗെറ്റപ്പോകൾക്കാണ് മാനമുള്ളതെന്നുമാണോ A റഹീമെ ഇയാൾ പറയുന്നത്? ഒരു ലജ്ജ വേണ്ടേടൂ. ഞങ്ങൾ കേരളത്തിലെ സ്ത്രീകളുടെ മാനം കാക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നു. നിങ്ങൾ മാനം കാത്തവിടെ കഥയൊന്നും പറയണ്ട. ഏതെങ്കിലും സ്ത്രീകൾ വെറുതെ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമോ? ഉണ്ടല്ലോ നമ്മുടെ ചേച്ചി സരിതേച്ചി. ആ ഭൂലോക രംഭയെ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയില്ലേ? അയാൾ രാഷ്ട്രീയക്കാരനാണ്, അയാളെ നിങ്ങൾ വേട്ടയാട്. രാഷ്ട്രീയം അയാളുടെ കുടുംബത്തെ, അയാളുടെ ഭാര്യ, 2 പെൺമക്കൾ, മകൻ, ഇങ്ങനെ എത്ര സ്ത്രീകളെയാണ് നിങ്ങൾ വേട്ടയാടിയത്? നിങ്ങളിപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ കാര്യം കള്ളക്കേസ് ഉണ്ടാക്കി നിങ്ങൾ തന്നെ ഇത്തരം പോൺ വീഡിയോകൾ ഉണ്ടാക്കി ശത്രുക്കളാണെന്ന് വരുത്തി തീർക്കുന്നവരല്ലേ A റഹീമെ? TP ചന്ദ്രശേഖരനെ കൊന്നിട്ട് മാഷാള്ള സ്റ്റിക്കർ വെച്ചത് മുസ്ലിങ്ങളുടെ പുറത്തേക്ക് മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറയാനല്ലേ നിങ്ങൾ വെച്ചത്? മാന്യത പറയുന്നു. നിങ്ങൾക്കെവിടെയാണ്? നിങ്ങളല്ലേ തന്നെ ഈ സാമൂഹ്യ വിരുദ്ധരല്ലേ? മനുഷ്യരെ കൊന്നൊടുക്കുന്നതിൽ യാതൊരു കണ്ണുനീരും വരാത്ത മനുഷ്യരല്ലേ നിങ്ങൾ? വയലാറിൽ 3000-ലധികം വരുന്ന മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഹീമെ. നിന്റെ കൊടി ചുവപ്പിച്ചത് അതുകൊണ്ടാണ്. പുന്നപ്രവല പോലീസ് സ്റ്റേഷൻ ആക്രമണം കൊണ്ട് തന്നെ നിങ്ങളോട് അതൃപ്തി പെട്ടെന്നുണ്ടായിരുന്നു. അത് മായ്ക്കാൻ കൊന്നൊടുക്കിയത് കേരളത്തിലെ ദലിതുകളെയാണ്. അല്ലെന്ന് റഹീമിനോ റഹീമിൻ്റെ ഉപ്പാക്ക് പോലും പറയാൻ പറ്റില്ല, പാർട്ടി ഉപ്പൂപ്പമാർക്ക് പറയാൻ പറ്റില്ല. ഈഴവരുണ്ടായിരുന്നു, ഈഴവരെ മുഴുവൻ ഈഴവ സഖാക്കളെ ശങ്കർ ചെന്ന് വിളിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസ്സുകാർ ഒരു അന്വേഷണം നടത്തി, റിപ്പോർട്ട് നിങ്ങളുമായി ചേർന്ന് ആ റിപ്പോർട്ട് അവർ മുക്കി. ഇന്നും കോൺഗ്രസിൻ്റെ മേശപ്പുറത്ത് അതുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അന്ന് അയിത്തമൊക്കെ ഉള്ള കാലമാണ് 46-ൽ. ഇപ്പോഴും ഉണ്ടല്ലോ. അന്നവിടെ നായന്മാരില്ല, മുസ്ലിങ്ങളില്ല, ക്രിസ്ത്യാനികളില്ല. പിന്നെ ആരാണ്? ഈഴവരുണ്ടായിരുന്നു, അവർ പുറത്തു പോയി. പിന്നെ ആരാണ് ഇവിടെ ഉണ്ടായത്? ആ മനുഷ്യരെ കൊന്നിട്ട് ഇതുവരെ അവരുടെ ചരിത്രം പറഞ്ഞിട്ടില്ല, അവരുടെ പേര് പറഞ്ഞിട്ടില്ല. തൊഴിലാളി സഖാക്കൾ എന്ന് മാത്രമാണ്. അവിടെ എങ്ങനെ സഖാക്കൾക്കിടയിൽ കുഞ്ഞുങ്ങൾ വന്നത്, സ്ത്രീകൾ വന്നത്? സമരത്തിന് പോകുന്ന പുരുഷന്മാരാണല്ലോ പോകുന്നത്. യുദ്ധഭൂമിയിൽ പട്ടാളക്കാരായിട്ട് പോകുന്ന പുരുഷന്മാരാണല്ലോ. ഈഴവരിൽ കൊണ്ടുപോയ മുഴുവൻ പുരുഷന്മാരായിരുന്നല്ലോ. പക്ഷെ അവിടെ ചത്തുമലച്ചവർ, പച്ചജീവനോട് കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾ, കുട്ടികൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ. അതിൻ്റെ സങ്കടമൊന്നുമില്ലേ റഹീമെ? നിങ്ങൾക്ക് എന്ത് ന്യായമാണ് കേരളത്തിൽ ഇത് പറയാൻ? ഒരു മര്യാദ വേണ്ടേ? യദു എന്ന ഡ്രൈവർ, അയാളുടെ ജീവിതത്തിൻ്റെ ചരിത്രം തേടിയൊക്കെ നിങ്ങൾ പോയില്ല. എന്തുകൊണ്ടാണ് അത് പോയത്? ഇത്രയും വലിയ പാതകം ചെയ്ത ഒരാളാണ്. നിങ്ങളുടെ ഇടതുപക്ഷക്കാരനായ നീലരോഹിസം നാടാർ IASകാരിയോട് മോശം പ്രവർത്തിച്ചതിന് ആ കേസ് എവിടം വരെ എത്തി? എവിടെ എത്തി? എത്ര പീഡനങ്ങൾ നടന്നിട്ടുണ്ട്? DYFIക്കാരി പരാതി തന്നല്ലോ, ആ പീഡനം എവിടെ? സിവിക് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മുൻ നക്സലൈറ്റ്, ഒരു
സ്ത്രീയെ പീഡിപ്പിച്ചല്ലോ, അതിൻ്റെ കേസ് എവിടെ പോയി? നിരന്തരം ഡിവൈഎഫ്ഐക്കാരാൽ പീഡിപ്പിക്കപ്പെടുന്ന എത്രയോ സഹാത്തികളുണ്ട് നിങ്ങൾക്കിടയിൽ. അവരുടെയൊക്കെ പരാതി നിങ്ങൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിക്കാതെ നിങ്ങൾക്ക് പോലീസും കോടതിയും നിയമവാഴ്ചയും ഉണ്ടെന്ന് പറയുന്നവരല്ലേ? ഈ രാജ്യത്തെ ഭരണഘടനയെ, ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കുന്നവരല്ലേ? ഭരണഘടന കുന്തവും കുടച്ചക്രമാന്ന് പറയുന്നവരല്ലേ നിങ്ങൾ? ഏത് ന്യായമാണ് റഹീം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവ് സജീവനോ എന്ത് പോഴത്തരമാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മെമ്മറി കാർഡ് KSRTC അന്വേഷിക്കണമെന്ന്. മെമ്മറി കാർഡ് എന്താണ്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ യദുവിൻ്റെ കുടുംബചരിത്രമാണ് പറയുന്നത്. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാർ തളർന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘമാണ്. കാരണം ഗ്ലോറിഫൈഡ് ക്രിമിനലായ നിങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ക്രിമിനലുകൾക്കെല്ലാം ന്യായങ്ങളുണ്ടാവും. നിങ്ങൾക്ക് വക്കീലന്മാരുണ്ട്, നിങ്ങളെ ന്യായീകരിക്കാൻ ബുദ്ധിജീവികളുണ്ട്. എന്നെ ബുദ്ധിജീവി, ഇവരൊക്കെ ബുദ്ധിജീവികളാണ്. എന്താ ബുദ്ധിജീവി? ഇവരൊക്കെ എവിടുത്തെ ബുദ്ധിജീവികളാണ്? ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ബുദ്ധിജീവികൾ. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. നമ്മളതിന് പറയുന്നതിന് പറയും പുതുശൂന്യന്മാരെന്ന് പറയും, പുതുശൂന്യത എന്ന് പറയും. കാരണം അമ്മയെ നമുക്കായിട്ട് തിരിച്ചറിയാം, അമ്മയാണല്ലോ നമ്മളെ പ്രസവിക്കുന്നത്. പുതുശൂന്യത എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളെ വളർത്തി വെച്ചുകൊണ്ടാണ് കേരളത്തിൽ മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ശരിയാണെന്ന് സമർപ്പിക്കുന്നത്. നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധതയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ജനാധിപത്യ ഭാവനകളെയും ഭരണഘടനയെയും ജനാധിപത്യത്തിൽ ലഭ്യമാകുന്ന പൗരന്മാരുടെ അവകാശങ്ങളെയുമാണ് നിങ്ങൾ CPM ക്രിമിനലുകൾ, ഗുണ്ടകൾ, ഫാസിസ്റ്റുകൾ ഇല്ലായ്മ ചെയ്യുന്നത്. ഇന്ത്യയായ ഹിന്ദുത്വ ഫാസിസം, ബ്രാഹ്മണിസ്റ്റ് ഫാസിസം ശക്തി കൂട്ടി വരുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റുകൾ അതേ ഹിന്ദുത്വ ഫാസിസവുമായി ചേർന്നു നിങ്ങൾ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ തകർത്ത് കളയുക. യദുകുമാർ BJPക്കാരനോ കോൺഗ്രസ്സുകാരനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ആരെങ്കിലും ആക്കി. സാധാരണ ഏതെങ്കിലും മനുഷ്യരെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയത്തോട് അനുഭാവമുള്ളവരായിരിക്കും. അവർ സാധാരണക്കാരാണ്. അവരെ കൊണ്ട് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവർ പാർട്ടിയുടെ അടിമകളല്ല, പാർട്ടിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നവർ. പക്ഷെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം ചാവേറുകളായി നടക്കുന്ന പേപ്പട്ടികൾ, അത്തരം പേപ്പട്ടികളെയാണ് സജിൻ ദേവുമാരിലൂടെയും മേയർമാരുമാരിലൂടെയും റഹീമിലൂടെയും ഒക്കെ നമ്മൾ കാണുന്നത്. ഇവർ വസ്തുതകളെ വളച്ചൊടിക്കുകയും ശരിയായ ചിന്തകളെ, റേഷണലായിട്ടുള്ള തോട്ടിനെ അട്ടിമറിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. സയൻറ്റിഫിക് ഔട്ട്ലുക്കിനെ, ശാസ്ത്രയുക്തിയെയും അട്ടിമറിച്ചിട്ട് ഇവർ കുയുക്തികൾ കൊണ്ടാണ് ജനത്തെ നേരിടുന്നത്. ജനം വിചാരിക്കും ഇവരൊക്കെ വലിയ ആളുകളാണ് എന്ന്. ഈ രാജീവ് വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞൊരു കാര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എന്താ ഇവനൊക്കെ പറയുന്നത്? M. ഗോവിന്ദൻ എന്താണ് പറയുന്നത്? ഇവരുടെ ഒരു സൈദ്ധാന്തികൻ സുനിൽ പിയുടെ പറഞ്ഞില്ല, ഞാനായി, നിങ്ങളായി, നിങ്ങളിൽ ഞാനും ഞങ്ങളിൽ നീ, എന്തൊക്കെയോ വട്ടത്തരമൊക്കെ പറഞ്ഞു. ഏറ്റവും തറ കുട്ടികൾ മിമിക്രി കാണിച്ച മിമിക്രി ഡയലോഗ് തന്നെയാണ് ഇവർ ബൗദ്ധിക ചിന്തകളായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ യദു എന്ന് പറയുന്ന ഡ്രൈവർ, അയാളെ നമ്മൾ കാണുന്നത് ഒരാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഭാഷ, അയാൾ പറയുന്നതിലെ യുക്തി, ഇവയൊക്കെ പരിശോധിക്കേണ്ടതാണ്. KSRTCയിലെ ഇൻസ്പെക്ടർമാർക്കൊന്നും ഇതൊന്നും കഴിയില്ല കേട്ടോ. അവന്മാർ പോക്ക് കേസ് കെട്ടുകളാണ്. വിവരമില്ലാത്തവരാ 99% എണ്ണവും വിവരക്കേടാണ്.
ഞാൻ പറഞ്ഞില്ലേ, മലയാളം പോലും എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരു അന്വേഷണത്തിൽ ഏത് യുക്തിയിൽ ഉപയോഗിക്കണം എന്നൊന്നും വേണ്ട. ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് റിപ്പോർട്ട് അവർ തന്നെ താനെ ഉണ്ടാക്കി ഇവരുടെ പേരിൽ എഴുതി ഇവർക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒതുക്കുന്ന പരിപാടിയാണ്. നല്ല ആളുകൾ ഉണ്ടായിരുന്നു. KSRTCയിൽ നല്ല അറിവും കഴിവുമുള്ള ധാരാളം പേരുണ്ടായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇവർ സെലക്ട് ചെയ്ത് വിടുന്ന ആളുകളൊക്കെ വിവരക്കേടുകളാണ് എന്ന് നിസ്സംശയം നമുക്ക് തെളിയിക്കാൻ പറ്റും. കാരണം അവർ എഴുതിയ റിപ്പോർട്ടുകൾ നമ്മളൊന്ന് വായിക്കണം. ഇവരെ ഇപ്പോൾ യദുവിൻ്റെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നത് പോലെ തന്നെ ഈ ഇൻസ്പെക്ടർമാരായിട്ട് വന്നിട്ടുള്ളവരുടെ മുൻ റിപ്പോർട്ടുകൾ, ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ ഇവരാരെങ്കിലും കൂടി എഴുതി കൊടുത്ത് എഴുതിപ്പിക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ ഇൻസ്പെക്ടർമാരോടൊന്ന് സംസാരിക്കണം, വിഷയാധിഷ്ഠിതമായി ഒന്ന് സംസാരിക്കണം. അപ്പോൾ മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ ജനാധിപത്യപരമായി എങ്ങനെ ഇടപെടണം, ജനാധിപത്യപരമായ എന്തൊരു അവകാശങ്ങളുണ്ട് ജനങ്ങൾക്കുണ്ട്, അവർക്കുണ്ട് എന്നതൊന്നും അവർക്ക് ബാധകമല്ല. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞു വിടുന്നതും ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. മുമ്പിരുന്ന എത്രയോ ഇൻസ്പെക്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ പറയും, ഇതാ അവൻ്റെ പേരിൽ അവനെതിരായിട്ട് റിപ്പോർട്ടും കൊണ്ടുവരണമെന്ന് ചീഫ് ഓഫീസിൽ നിന്നും ഈ വിജിലൻസിൽ നിന്നും ഒക്കെ വിളിച്ചു പറയാറുണ്ടെന്നറിയാം. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്തവനെതിരെ റിപ്പോർട്ട് കൊടുക്കണം. ഇതവിടെ ശീലം. അപ്പോൾ സ്വാഭാവികമായും യദുവിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മെമ്മറി കാർഡ് മാറ്റം. മെമ്മറി കാർഡ് മാറ്റിക്കഴിഞ്ഞാൽ ഈ വിഡ്ഢിഷ് കുഷ്മാണ്ഡങ്ങൾ എന്തെഴുതി കൊടുത്താലും അത് ന്യായീകരിക്കാമല്ലോ. അത് പുറത്ത് നമ്മൾ ജനം കാണുകയില്ലല്ലോ. അവർ കൊടുത്ത റിപ്പോർട്ടിൽ ഇന്നതാണ് എന്ന് പുറത്ത് പ്രസ്താവന വരികയല്ലേ ഉള്ളൂ. അത് പിന്നെ അവർ തന്നെ ഒരു റിപ്പോർട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കിക്കോളും. ഈ ഗുണേശൻ മുതലാളി എന്തോ പറഞ്ഞു എന്നാണ് ഇതുവരെ അറിയാത്തത്. ഗുണേശൻ മുതലാളിക്ക് MLA ആണല്ലോ. MLA എന്ന് പറയുന്നവൻ ഇതുവരെ മാളത്തിന് പുറത്ത് വന്നിട്ടില്ല. ആ പരനാറി MLA മാളത്തിന് പുറത്ത് വന്നിട്ടില്ല. അവൻ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ, അവൻ ജനസേവനാണെങ്കിൽ, ജനാധിപത്യത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ച് MLA ആയവനാണെങ്കിൽ അവൻ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. പെണ്ണുമ്പിള്ളയെ ഇറക്കി വിട്ടിട്ട് പുറകിൽ ഒളിച്ചിരിക്കുന്ന ഭീരു. എന്നിട്ടാണ് റഹീം പറഞ്ഞത്, ഞങ്ങൾ ധീരതയോടെ നേരിട്ട്. ശരിയാ, വിദ്യാഭ്യാസ വകുപ്പ് മേധാവിയെ തടഞ്ഞിട്ട് മൂത്രം പോലും ഒഴിക്കാൻ സ്ത്രീയെ തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തിയവനായ റഹീം. കോളേജ് പ്രിൻസിപ്പളെ തടഞ്ഞിട്ട് അവരിരുന്ന കസാര കത്തിച്ചവന്മാരാണ് സ്ത്രീത്വത്തിനോട്. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളുടെ ശവകുടീരം ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കിയവന്മാരാണ് സ്ത്രീത്വത്തിൻ്റെ മഹത്വം പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിനക്കൊന്നും ലജ്ജയില്ല, നിനക്കൊന്നും അമ്മ പെങ്ങന്മാരില്ലേ? അവരിൽ നിന്നെങ്കിലും സ്ത്രീത്വം എന്താണെന്ന് പഠിക്കണ്ടേ? എന്നിട്ട് ആര്യ രാജേന്ദ്രൻ മാത്രമാണോ കേരളത്തിലെ സ്ത്രീ? അവിടെ നാത്തൂന് മാത്രമേ ഉള്ളൂ സ്ത്രീ? പെൺവർഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളൊന്നും, നിമിഷ രാജു, വണ്ടിപ്പെരിയാറിലെ പെൺകുഞ്ഞ്, വാളയാറിലെ പെൺകുഞ്ഞ്, ആറന്മുളയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി, ഉമ്മൻചാണ്ടിയുടെ പെൺമക്കൾ, അത് കണ്ണൂരിൽ രാജൻ എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ്റെ 2 പെൺമക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ചാനലിരുന്ന് അധിക്ഷേപിച്ചത്. നിങ്ങളുടെ DYFI തന്നെ എത്ര പെൺകുട്ടികൾ പരാതി പറഞ്ഞു? ഇങ്ങനെ സ്ത്രീകളെ മുഴുവൻ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ DYFIക്കാർ തന്നെ. നിങ്ങളിതൊന്നും പഠിപ്പിക്കുന്നില്ലേ? സ്ത്രീത്വത്തെപ്പറ്റി നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? വ്യഭിചാരം ചെയ്യാനുള്ളൊരു വസ്തു മാത്രമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്ന് നമ്മൾ സരിതേച്ചിയെ കൊണ്ട് നടന്നപ്പോൾ കണ്ടതാണല്ലോ. ഇപ്പോൾ സ്വപ്ന സുരേഷ് തെളിവുകളൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഇച്ചിച്ചിയായി. അവളെ ഉപയോഗിച്ചുകൊണ്ട് സ്വർണ്ണക്കടത്തിൽ ഒത്തിരി നടപടികൾ ചെയ്ത് പുറത്ത് വന്നപ്പോൾ അവളെ കൊല്ലാൻ ശ്രമം നോക്കി. ആ സ്ത്രീ പറഞ്ഞതല്ലേ. സരിതയെ പോലെ അല്ലല്ലോ സ്വപ്ന. എന്തൊരു സ്ത്രീ സംരക്ഷണമാണ് കേരളത്തിലെ സ്ത്രീ സംരക്ഷണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ദിനേന സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. നിങ്ങൾ 10-70 വർഷം കൊണ്ട് 80 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടാക്കിയ വലിയൊരു സാംസ്കാരിക പാരമ്പര്യം കേരളത്തിനുണ്ടല്ലോ. എന്താണ് കേരളം മാറാതിരുന്നത്? നീയൊക്കെ മാറ്റിയ കേരളമാണോ ഇത്? ജാതി പരേണ്യബോധത്തിൻ്റെ, സ്ത്രീവിരുദ്ധ
ഇടത്തിൽ നിന്നും ജനാധിപത്യ കേരളത്തെ നിർമ്മിച്ചെടുത്തത് കേരളത്തിലെ അധിഷ്ഠിത ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങളാണ്. അതിനെ കേരളത്തിൽ സ്ത്രീത്വത്തിനു വേണ്ടി കല്ലുമാല പറിക്കാനും മാറുമറയ്ക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു ജനതയുണ്ട്. അവരാണ് സ്ത്രീത്വത്തിനു വേണ്ടി നിലകൊണ്ടത്. അവരാണ് ജനാധിപത്യത്തിനു വേണ്ടി നിലകൊണ്ടത്. ഇന്ത്യയൊന്നും കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല, ഇന്ത്യയൊന്നും രാഷ്ട്രീയ നേതാക്കന്മാരുമല്ല. കൂടുതൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന നീയൊക്കെ ഏത് സ്ത്രീത്വത്തെ പറ്റിയാണ് പറയുന്നത്? നീയൊക്കെ ഭരിക്കാൻ തുടങ്ങിയ കാലത്ത് എല്ലാ സ്ത്രീത്വവും അപമാനിക്കപ്പെടുകയാണ്. കൊറോണ കാലത്ത് മൊബൈൽ വഴി വിദ്യാഭ്യാസം, ഓൺലൈൻ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോൾ മൊബൈലില്ലാഞ്ഞ് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ചാരിത്രം, 9ാം ക്ലാസ്സുകാരുടെ ചാരിത്രം തേടിപ്പോയിട്ട് അന്വേഷണ ഉത്തരവിട്ടവരല്ലേ നിങ്ങൾ? നിനക്കൊക്കെ എന്ത് സ്ത്രീത്വ സംരക്ഷണമാണ് ഉള്ളത്? റഹീമെ, നിനക്കൊക്കെ അതിന് എന്ത് അർഹതയാണുള്ളത്? പത്രക്കാരോ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. പത്രക്കാരൊക്കെ നിന്റെയൊക്കെ കൂടെ അല്ലേ? ഏതെങ്കിലും പത്രക്കാർ നിനക്കൊക്കെ എതിരെ എഴുതിയിട്ട് കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. നിന്റെ പിണറായി വിജയൻ ഇവന്മാരെ ചെറ്റകൾ എന്നല്ലേ വിളിച്ചത്? സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിനക്കൊന്നും ഒളിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ കൂടുന്ന അത്ര. സൈബർ ഗുണ്ടകൾ നിങ്ങളല്ലേ? കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും അതിക്രമിക്കുന്ന സൈബർ ഗുണ്ടകൾ നിന്റെയൊക്കെ ഇടത്തിലാണ്. അത് ഏത് ജാതിയിലെയും സൈബർ ഗുണ്ടകൾ നിന്റെയൊക്കെ കൂടുതൽ. അങ്ങ് നായാടി മുതൽ നമ്പൂരി വരെയുള്ള കൂട്ടത്തിലെ ആളുകളെ ചേർത്ത് വെച്ച് സൈബർ ഗുണ്ടകളെ ഉണ്ടാക്കിയ നിങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ഹിംസാത്മകമായ സൈബർ ഗുണ്ടകൾ സ്ത്രീകളെയും കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ച് നാട്ടിച്ച് അവരുടെ ആത്മാഭിമാനത്തെ ക്ഷതിപ്പിക്കുന്നത് നിന്റെ സൈബർ ഗുണ്ടകളായ റഹീമെ. എന്നിട്ട് നീ സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങണം. ഓർക്കണം, റൊമേനിയയുടെ ചെഷസ്ക്യൂവിൻ്റെ ഓർമ്മ നിനക്കുണ്ടാവും. ശ്രീലങ്കയിൽ അടുത്ത കാലത്ത് ഉണ്ടായത് ഓർമ്മ വേണം. റഹീമും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവും ഒക്കെ ഓർക്കണം. പിണറായി വിജയനെയും അധിക നാളില്ലല്ലോ, അങ്ങ് പുറത്തേക്ക് പോകാനുള്ള പ്രായമായിരിക്കും. പക്ഷേ നിന്നെയൊക്കെ തെരുവിൽ ജനം നേരിടുന്നൊരു കാലം വരും. ഇതിനേക്കാൾ ശക്തമായിരുന്നല്ലോ USSR, റഷ്യൻ, കമ്മ്യൂണിസ്റ്റ്, സോവിയറ്റ് യൂണിയൻ. ഇതിനേക്കാൾ ശക്തമായിരുന്നല്ലോ. ആ സോവിയറ്റ് യൂണിയനിൽ റുമേനിയയിലാണല്ലോ ചെഷസ്ക്യൂവിനെ തെരുവിലിട്ട് തല്ലിയും വെടിവെച്ചും കൊന്നത്. അത് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു ഡ്രൈവർക്കെതിരെ നിങ്ങൾ ഇത്രയും നടപടി സ്വീകരിക്കുമ്പോൾ അയാൾ എത്രമാത്രം ഭീകരനാണ്. കേരളത്തിൻ്റെ നിയമസഭയുടെ നിലവിലെ MLA ആയ സജിൻ ദേവും ബാലുശ്ശേരി സംവരണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന പട്ടികജാതിക്കാരനായ സജിൻ ദേവും അയാളുടെ ഭാര്യയും നായർ സമുദായത്തിൽപ്പെട്ടവളും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായ ആര്യയും നാത്തൂനും ആങ്ങളെയും പാർട്ടി ഗുണ്ടകളും ചേർന്ന് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച ബസ്സിന് സൈഡ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പാളയത്ത് തടഞ്ഞിട്ട് സീബ്ര ലൈനിൽ വണ്ടി കയറ്റിയിട്ട് തടഞ്ഞു നിർത്തി ഡ്രൈവറോട് കയർക്കുകയും അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയും ബസ് സർവീസ് നിർബന്ധപൂർവ്വം നിർത്തിവെക്കുകയും ചെയ്ത നടപടി, അതിൻ്റെ സാങ്കേതികത്വം എന്തായിരുന്നാലും അതങ്ങനെ അത് തുടരട്ടെ. പക്ഷേ ഒരു MLAക്ക് ഒരു ബസ് നിർത്തി അതിലെ യാത്രക്കാരെ യാത്ര മുഴുവിക്കുന്നതിന് ഇറക്കി വിടാനുള്ള അവകാശമില്ല. ഒരു മേയർക്ക് അതിനുള്ള അവകാശമില്ല. കാരണം ഒരു ബസ് തടഞ്ഞിട്ടത് ഒരു മേയറാണ്, ഒരു MLA ആണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ സേവിക്കേണ്ട ഇവർ ജനങ്ങൾക്ക് മുകളിലാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത്. മേയറെ നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. MLA നിനക്ക് അറിഞ്ഞുകൂടെ എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ മേയറെ MLAയും തിരിച്ചറിയണമെന്നില്ല. സജിൻ ദേവ് ഉൾപ്പെടെയുള്ള എല്ലാ MLAമാരെയും നമ്മൾ അറിയുകയില്ല. സജിൻ ദേവിനെ പോലെ സംവരണ സീറ്റുകളിൽ മത്സരിച്ച് പാർട്ടി അടിമകളായി കഴിയുന്ന
ഭാര്യമാരുടെ ഇതുപോലെ സവർണ സ്ത്രീകളെയാണ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടിമകളായി കഴിയുന്ന അത്തരം നായ്ക്കൂട്ടങ്ങളെ ആരും അറിയുകയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വാഹനത്തിന് മുമ്പിൽ കയറി യാത്ര ചെയ്ത ഒരാളാണ്. പ്രസിഡന്റിനേക്കാൾ മുകളിലാണല്ലോ ലവളിരിക്കുന്നത്. അത്തരം ഒരു ഇടപെടൽ കേരളത്തിൻ്റെ ജനാധിപത്യ ബോധത്തെയും ജനാധിപത്യ അവകാശത്തെയും ചോദ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് പേർ തമ്മിലുള്ള മേയർ MLAയും ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നമല്ല, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന ജനാധിപത്യ ഭാവനകളുടെ റദ്ദ് ചെയ്യലാണ്. കാരണം ഇന്ത്യയിലെ ഒരു പൗരന് തൻ്റെ അഭിപ്രായം പറയാനും തനിക്ക് സ്വതന്ത്രത്തോടെ ജീവിക്കാനും ആരെയും വിധേയപ്പെടാതെ ജീവിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യത്തിലുള്ളത്. അതോടൊപ്പം തന്നെ തൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ്, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പിന്നീട് വരുന്ന വകുപ്പുകളിലൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുകയും തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ടായുസം കൊണ്ട് ജനാധിപത്യത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രക്രിയ വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം ഹിന്ദുത്വ ബ്രാഹ്മണിസ്റ്റ് ഫാസിസം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അതേ രൂപത്തിൽ അതേ ശക്തിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഫാസിസം ജനാധിപത്യത്തെ തകർക്കുകയാണ്. പൗരന്മാർ ഭീതിയിലാണ്. പ്രതികരിക്കാൻ, അവരുടെ അഭിപ്രായം പറയാൻ തക്കവണ്ണം ഭീതിയുടെ നിഴലിലാണ്, ഭീതിയുടെ താഴ്വരയിലാണ് കേരളീയ ജനത ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് ഉണ്ടായിട്ടുള്ള ഈ പതനത്തെ, ജനാധിപത്യം തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ ഒരു വിഷയമായി ജനാധിപത്യത്തെപ്പറ്റിയുള്ള ചർച്ച, പൗരന്മാരുടെ അവകാശത്തെപ്പറ്റിയുള്ള തുറന്ന ചർച്ച തുടങ്ങി വെക്കേണ്ടതുണ്ട്. അതിനൊരു വലിയൊരു തുടക്കം, അല്ലെങ്കിൽ അതിനൊരു സംഭവം, ഒരു ഈവൻ്റ് ഇത് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിടയാക്കിയിട്ടുള്ള സാധാരണക്കാരനായ യദുവിൻ്റെ നിയമ പോരാട്ടങ്ങൾക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്.